അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ബദർ യുദ്ധം നടക്കുന്ന സമയം സ്വഹാബാക്കൾക്ക് ബദറിലേക്ക് എത്താനുള്ള വാഹനങ്ങളോ വേണ്ടത്ര സൗകര്യങ്ങളൊന്നും സ്വഹാബാക്കളെ കയ്യിലില്ല. ഉള്ള വാഹനങ്ങൾ ഒപ്പിച്ച് എല്ലാവരും അങ്ങോട്ടിങ്ങോട്ട് സഹകരിച്ച് എങ്ങനെയെങ്കിലും ബദറിലേക്ക് എത്തുക എന്നായിരുന്നു മുത്തുനബിയുടെയും സ്വഹാബാക്കളുടെയും തീരുമാനം. അങ്ങനെ ഉള്ള കുറച്ച് ഒട്ടകങ്ങൾ ഓരോരോ ഒട്ടകം മൂന്നാൾ ഉപയോഗിക്കുക എന്ന തീരുമാനത്തിലേക്ക് അവരെത്തി. എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകത്തിൽ 3 ആൾക്കാർ സഞ്ചരിക്കലാണ്. അതായത് ആ ഒട്ടകപ്പുറത്ത് ഒരാൾ കയറുക, മറ്റേ 2 ആൾ നടക്കുക. കുറെ അങ്ങോട്ട് പോയപ്പോൾ ആ കയറിയ ആള് താഴെ ഇറങ്ങുകയും നടക്കുന്നവരാണെന്ന് മേലെ കയറുകയും അങ്ങനെ പോവുക. അങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് സഹകരിച്ച് ബദറിലേക്ക് എത്താനാണ് സ്വഹാബാക്കൾ തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഒരു ഒട്ടകം അവർ തീരുമാനിച്ചു. അപ്പോഴാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു, എൻ്റെ കൂടെയും 2 ആൾക്കാർ വരിക. സ്വഹാബാക്കൾ ഒരിക്കലും മുത്തുനബിയെ ഒരാൾ തന്നെ ആ ഒട്ടകപ്പുറത്ത് നടന്നാൽ മതി എന്നാഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സമ്മതിച്ചില്ല. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏൽപ്പിക്കപ്പെട്ട ഒട്ടകത്തോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹും അബൂ ലുബാബ റളിയല്ലാഹു അൻഹുമാണ് അവിടെ നിന്ന് മുത്തുനബിയെ കൂടെ പോയത്. അങ്ങനെ യാത്രകൾ മുന്നോട്ട് പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകപ്പുറത്ത് കയറി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ താഴെ നടക്കുന്ന അബൂ ലുബാബ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും 2 ആളും അങ്ങോട്ടിങ്ങോട്ട് സംസാരിച്ചു. നമ്മൾ ഏതായാലും ഒട്ടകപ്പുറത്ത് കയറുന്നത് വേണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒട്ടകത്തിന്റെ മൂക്കുകയറി പൊറിച്ചുകൊണ്ട് നമ്മൾ മുത്തുനബിയെ ഇങ്ങനെ തന്നെ ബദറിലേക്ക് എത്തിക്കുക എന്ന് ആ 2 സ്വഹാബാക്കൾ അവിടെ നിന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് ഇങ്ങനെ കുറെ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ സമയം, എൻ്റെ ഊഹം കഴിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒട്ടകപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങളെന്ന് ആരെങ്കിലും ഒരാൾ കയറുക. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിനിക്കും അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനിക്കും വല്ലാത്ത വിഷമം തോന്നി. കാരണം മുത്തുനബി നടക്കുകയും നമ്മൾ ഒട്ടകപ്പുറത്ത് കയറുകയും അതൊരിക്കലും നമ്മളെ കൊണ്ട് ഊഹിക്കാൻ പറ്റില്ലല്ലോ. അതെങ്ങനെ സംഭവിക്കും? നമ്മളെത്ര നടന്നാലും അത് പ്രശ്നമല്ല നബിയെ, അങ്ങ് കയറി ബദറിലേക്ക് എത്തുക. നമ്മൾ 2 ആളും അങ്ങോട്ടിങ്ങോട്ടും അവിടെ നിന്ന് നടന്ന് എത്താം നബിയെ. തങ്ങൾ ഒരിക്കലും ഒട്ടകപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങരുത് എന്ന് അലി റളിയല്ലാഹു അൻഹും അബൂ ലുബാബ റളിയല്ലാഹു അൻഹും മുത്തുനബിയെ കുറെ നിർബന്ധിപ്പിച്ചു നോക്കി. പക്ഷേ മുത്തുനബി ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവത്തിന്റെ ഉടമയാണല്ലോ. തൻ്റെ കൂട്ടുകാരുടെയും പ്രശ്നങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെയും അറിയുന്ന ആളാണല്ലോ. തൻ്റെ കൂട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് ഞാനിങ്ങനെ ഒട്ടകപ്പുറത്ത് നടക്കുന്നത് ശരിയല്ലല്ലോ. ഞാനും എന്നെപ്പോലെ തന്നെയാണല്ലോ അവരും മനുഷ്യർ. അപ്പോൾ അവർക്ക് വിഷമമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് കുറച്ചെങ്കിലും അവർ ഒട്ടകപ്പുറത്ത് അവർ കയറി പോകണം. അവർ വിഷമിച്ചതുപോലെ അവർ നടന്നിട്ട് എത്ര പ്രയാസങ്ങൾ സഹിക്കുന്നു അത് ഞാനും കൂടി സഹിക്കണം. അത് എനിക്കും ബാധ്യതയാണ്. ആ നടന്നതിനേക്ക് എന്തെല്ലാം കൂലി കിട്ടുന്നുണ്ടോ ആ കൂലി എനിക്കും കൂടി ആവശ്യമാണ് എന്ന് അലി റളിയല്ലാഹു അൻഹുവിനോടും അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനോടും ഗൗരവത്തോടുകൂടെ മുത്തുനബി പറയണം, എന്നെക്കാളും നിങ്ങൾക്കൊന്നും ആരോഗ്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ബുദ്ധിമുട്ടിട്ടാണല്ലോ, നിങ്ങൾ വിഷമിച്ചിട്ടാണല്ലോ നടക്കുക.
അങ്ങനെയാണെങ്കിൽ ഞാനും കുറച്ച് വിഷമം സഹിക്കട്ടെ, ഞാനും കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കട്ടെ, നിങ്ങൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ആശ്വാസം കിട്ടട്ടെ. മറ്റുള്ള സ്വഹാബാക്കളൊക്കെ അങ്ങനെയല്ലേ പോകൽ? മൂന്നാൾക്കാർ അങ്ങോട്ടിങ്ങോട്ട് സഹകരിച്ചിട്ടല്ലേ ഒട്ടകപ്പുറത്ത് നടക്കല്. അതുകൊണ്ട് ഈ ഒട്ടകം അത് തന്നെയാണ്. ഞാൻ കയറേണ്ട സമയത്ത് മാത്രമേ കയറുകയുള്ളൂ, ഇറങ്ങേണ്ട സമയത്ത് ഞാൻ ഇറങ്ങിയിരിക്കും. നിങ്ങൾ ഇന്ന് ആരെങ്കിലും ഒരാളെ കയറി, നിങ്ങൾ രണ്ടാളും കയറിയതിന്റെ ശേഷമേ മൂന്നാമതായിട്ട് ഞാൻ കയറുകയുള്ളൂ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്നും അലി റളിയല്ലാഹു അൻഹുവിനെയും അബൂ ലുബാബ റളിയല്ലാഹു അൻഹുവിനെയും അതിന്റെ ശേഷം ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് അതിന്റെ ശേഷം മുത്തുനബിയുടെ ആ ഊഹം വരുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടും കയറിയിട്ടുള്ളൂവെന്നും ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇതാണ് മുത്തുനബി, ഇതാണ് മുത്തുനബിയുടെ ഹുസ്നുൽ ഖുൽഖ്. മുത്തുനബിയെ നാം ധാരാളം പഠിക്കണം, അതിലൂടെ നല്ല സ്വഭാവങ്ങൾ കൂടി പഠിക്കണം. അതാണ് മുത്തുനബിയോടുള്ള ഇഷ്ക്, അതാണ് മുത്തുനബിയോടുള്ള ഹുബ്ബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഹുസ്നുൽ ഖുൽഖിന്റെ ബറകത്ത് കൊണ്ട് നമ്മുടെ സ്വഭാവം അവൻ നന്നാക്കി തരുമാറാവട്ടെ. സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു.